അസ്സലാമലൈക്കും. മാംഗോ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് ഇത് തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ മാങ്ങയാണ്. ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഈ കാണുന്ന രൂപത്തിൽ മുറിച്ചെടുക്കുക. ഇത് നന്നായി ചെനച്ച മാങ്ങ കേട്ടോ. ചെനച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുപ്പിലേക്ക് പകുതി എത്തിയ മാങ്ങ. ഇതാണ് ഇതിന് വേണ്ടത്. പച്ചമാങ്ങ കൊണ്ടും ഇതുപോലെ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ചെനച്ച മാങ്ങയാണ്. ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതൊന്ന് ആവി കൊള്ളിച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു പാത്രത്തിലിട്ടാണ് ആവി കൊള്ളിച്ചെടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ആവി കൊള്ളിച്ചതിന് ശേഷം ഒന്ന് കുടഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലെ സൈഡ് ബാക്ക് അടിയിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് കുടഞ്ഞെടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ആവി. പിന്നീട് ഇത് എടുത്തു മാറ്റി ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ച് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തവി കൊണ്ടൊന്നും കുത്തി ഇളക്കരുത്, കാരണം മാങ്ങയുടെ പകുതി വേവായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിൽ കാണുന്ന പോലെ കുടഞ്ഞെടുത്താൽ മതി. ഇതിപ്പോൾ തയ്യാറാക്കുന്നത് പകലൊരു 11 മണി സമയത്താണ്. ഈ സമയം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെ ഈ പഞ്ചസാരയുടെ കൂടെ തന്നെ ഇത് വെച്ചിരിക്കണം. പഞ്ചസാര ഇട്ട് കൊടുത്തതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിലത്തേക്ക് വെക്കുന്നത്. ആ സമയം വരെ ഇത് ഈ കിടക്കുന്ന സമയം കൊണ്ട് തന്നെ ഇതിൽ മാങ്ങയിൽ നിന്നും വെള്ളം മൂറി വന്നിട്ടുണ്ടാവും, പഞ്ചസാര മെൽറ്റായി പോയിട്ടും ഉണ്ടാവും. പഞ്ചസാര ലായനിയിൽ നിന്നും ഇത് കോരിയെടുത്ത് വലിയൊരു പാത്രത്തിലാക്കി നിരത്തി വെച്ച് കൊടുക്കണം. ഒന്നുമേൽ ഒന്ന് തട്ടാത്ത വിധത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. 4-5 ദിവസം കൊണ്ട് തന്നെ മാങ്ങ നന്നായി ചുരുങ്ങി വന്ന് ഉണങ്ങിയിട്ടുണ്ടാകും. പക്ഷേങ്കിൽ ഇത് ദീർഘകാലം സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ 8-10 ദിവസം ഉണങ്ങിയേ തീരൂ. 10 ദിവസമാണ് ഞാൻ ഉണക്കിയെടുത്തത്. ഈ സമയം കൊണ്ട് തന്നെ മാങ്ങ നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് എത്ര കാലം വെച്ചാലും ഇതിനൊരു കുഴപ്പവും വരില്ല. മാങ്ങ ഉണക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം മാർച്ച്-ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ. ഇനി ഈ മാങ്ങയുടെ മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് വിതറി കൊടുക്കുക. ഇതിന്റെ ഒരു ആവശ്യവും വരുന്നില്ല. അല്ലാതെ തന്നെ ഈ മാങ്ങക്ക് നല്ല ടേസ്റ്റാണ്. മാങ്ങ സൂക്ഷിക്കേണ്ടത് നന്നായി ഉണങ്ങിയ മാങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ഉൾഭാഗം വെയിൽ കൊള്ളിച്ച ഒരു ഗ്ലാസ് ജാറിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടത്. അപ്പോഴേ ഉള്ളൂ ദീർഘകാലം നിൽക്കുള്ളൂ കേട്ടോ. പിന്നെ വെള്ളത്തിന്റെ അംശം ഒട്ടും തട്ടരുത്. മാങ്ങ നമ്മൾ സൂക്ഷിച്ചു വെച്ചെടുത്തുനിന്ന് കൈയിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിന്റെ അംശം തട്ടിയിട്ടുണ്ടെങ്കിൽ മാങ്ങ ചീത്തയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാംഗോ ഡ്രൈ ഫ്രൂട്ട്സ് റെഡി ആയി കഴിഞ്ഞു.